ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിയുടെ ക്രിസ്തു ഭാഗം 27. തുടർമാനമായി വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നുള്ളതാണല്ലോ. വചനം ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങളോ സൃഷ്ടിയോ അല്ല. കുട്ടി ദൈവങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ആളുമല്ല. ദൈവവും വചനമാകുന്ന ദൈവവും തുല്യരാണ്. ദൈവം എങ്ങനെയോ അങ്ങനെ തന്നെ ലോഗോസ്. അതുപോലെ വചനം ദൈവത്തിൻ്റേതായിരുന്നു. അവിടെ കാണുന്നു വചനം ദൈവമായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ദൈവത്തിൻ്റെതായിരുന്നു എന്ന് പറയാതെ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നതിനാൽ ആളത്വവും ദൈവത്വവും ഒരുമിച്ച് ഉണ്ട് എന്ന് തെളിയുകയാണ്. ആദിയിൽ ഭൂമി ഉണ്ടായിരുന്നു എന്നല്ല മോശെ എഴുതിയത്, ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ യോഹന്നാൻ വചനത്തെ സൃഷ്ടിച്ചു എന്നല്ല, ആദിയിലെ വചനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന രണ്ടാമത്തെ വാക്യം അത് വചനത്തിൻ്റെ ദൈവത്വം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ആദ്യ വാക്യത്തിൽ വചനത്തിൻ്റെ സ്വഭാവം, വ്യക്തിത്വം, ദൈവത്വം എന്നിവയാണ് നാം കേട്ടത്. അതിനുശേഷം അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ വാക്യത്തിൽ. യേശു ബെത്ലഹേമിൽ ജനിച്ചപ്പോഴോ ഉയർത്തെഴുന്നേറ്റപ്പോഴോ അല്ല, അവൻ നിത്യതയ്ക്ക് മുമ്പേ ദൈവമായിരുന്നവനാണ്. അതെ, അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന വാക്യത്തിൽ. കൂടാതെ മൂന്നാമത്തെ വാക്യത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് നാം വായിക്കുന്നു. വചനത്തിന് ദൈവത്തോടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞ ശേഷം വചനത്തിന് സൃഷ്ടിയോടുള്ള ബന്ധം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നും അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഇവിടെ യോഹന്നാൻ എഴുതുവാൻ കാരണം അന്നത്തെ നോസ്റ്റിക് ചിന്തകന്മാരുടെ പഠിപ്പിക്കലുകളെ ഖണ്ഡിക്കുവാൻ ഉതകും വിധമാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. ദൈവത്തിൽ നിന്നും പുറപ്പെട്ട അനേക അവതാരങ്ങൾ അനേകം സൃഷ്ടികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ദൈവത്തോട് വിധേയത്വമില്ലാത്ത ഒരു അവതാരമാണ് ഭൂമിയിലെ സൃഷ്ടിപ്പ് നടത്തിയതെന്നും അതുകൊണ്ടാണ് ഭൂമിയിൽ ദുഷ്ടത നടമാടുന്നതെന്നും അവർ പഠിപ്പിച്ചു വന്നിരുന്നു. എന്നാൽ സകലവും ദൈവശബ്ദത്താൽ ഉളവായതാണെന്ന് യോഹന്നാൻ തീർത്തു പറയുന്നു. സൃഷ്ടിയുടെ ആ അസ്തിത്വം ദൈവവചനത്താലും സൃഷ്ടിയുടെ നിലനിൽപ്പ് ദൈവസാന്നിധ്യത്താലും ആമേൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ വാക്യം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വചനം എന്ത് സാധിച്ചു എന്ന് പറഞ്ഞ ശേഷം അവനിൽ എന്തുണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഒരു പ്രധാന വാക്കാണ് ജീവൻ എന്നത്. ആ വാക്യം 36 പ്രാവശ്യം ഈ വാക്കെടുത്ത് പറയുന്നു. അതുപോലെ ദൈവത്തിൻ്റെ സാരാംശം ജീവനാണ്. യോഹന്നാൻ ഇതെഴുതുന്നതും ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് 20-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ കർത്താവിൻ്റെ ജീവചരിത്രത്തിനോ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കോ പ്രാധാന്യം കൊടുത്ത് എഴുതുകയല്ല ചെയ്തത്. യേശു ചെയ്ത എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുത പ്രവൃത്തികളുണ്ട്. അവയിൽ ചിലത് മാത്രമാണ് താൻ രേഖപ്പെടുത്തിയിരുന്നത്. യേശുവിൻ്റെ ജീവിത സന്ദേശം, അതായത് സുവിശേഷം, നമുക്ക് രേഖയാക്കി തരികയാണ് യോഹന്നാൻ ചെയ്തിട്ടുള്ളത്. വായനക്കാർ കർത്താവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വസിക്കണം. അത് നിമിത്തം അവർ നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി യോഹന്നാൻ അനേക കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഈ സുവിശേഷം എഴുതിയുണ്ടാക്കി. 4-ാമത്തെ വാക്യത്തിൽ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു. വെളിച്ചമെന്ന പ്രയോഗം ഈ സുവിശേഷത്തിൽ 23 പ്രാവശ്യം കാണുന്നു. ജീവൻ വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നു. ജീവൻ നിലനിൽക്കാൻ വെളിച്ചം ആവശ്യമാണ്. ആത്മീക ബന്ധത്തിലും അങ്ങനെ തന്നെ. ജീവനുള്ളവന് വെളിച്ചമുണ്ട്, അത് അഭേദ്യമാണ്. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നമ്മുടെയും വെളിച്ചമാണ്. യേശുവില്ലാത്ത മനുഷ്യൻ അന്ധകാരത്തിൽ കൂടി യാത്ര ചെയ്യുന്നു. അതുപോലെ 14-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദിയിലുണ്ടായിരുന്ന വചനം ജഡമെടുത്ത് അവതരിച്ചത് ഞങ്ങൾ കണ്ടു എന്നാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു എന്നതാണ് അടുത്ത ഭാഗത്തേക്ക് വരാം.